ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിനക്ക് പകരം മറ്റൊരാളില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിനക്കു പകരം നീ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ച് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ, നിനക്ക് എന്ത് കുറവുണ്ടെങ്കിലും ദൈവം നിന്നെ കൊണ്ട് മാത്രമേ അത് ചെയ്യിക്കുന്നുള്ളൂ. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ഫറവോനോട് സംസാരിക്കേണ്ടതിന് യഹോവയായ ദൈവം തിരഞ്ഞെടുത്തത് വിക്കനായ മോശയായി. എന്നെയാണ് ഫറവോനോട് സംസാരിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് മോശ തിരിച്ചറിഞ്ഞപ്പോൾ മോശ പറഞ്ഞത്, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, വാചകങ്ങൾ പൂർത്തീകരിക്കാൻ പ്രാപ്തിയുള്ളവനല്ല. അതുകൊണ്ട് എന്നെ നീക്കി മാറ്റിയിട്ട് പകരം എൻ്റെ ചേട്ടനായ അഹരോനെ തിരഞ്ഞെടുക്കും. അവന് നന്നായി സംസാരിക്കാൻ അറിയാം, അവൻ പോയി സംസാരിക്കട്ടെ. ഈ വാചകങ്ങൾ യഹോവയായ ദൈവത്തിൻ്റെ ചെവിയിലെത്തിയപ്പോൾ യഹോവയായ ദൈവം മോശയുടെ സജഷന് ടിക്കിടുകയല്ല ചെയ്തത്, പകരം അവനെ ശാസിക്കുകയാണ് ചെയ്തത്. മോശെ, നിന്നെക്കുറിച്ച് ഞാൻ ഹൃദയത്തിൽ കൊണ്ടുവച്ച പദ്ധതി അവരെ കൊണ്ട് ചെയ്യിക്കാനല്ല, നിന്നെ കൊണ്ട് മാത്രമേ അത് ചെയ്യിക്കുന്നുള്ളൂ. അപ്പം ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു കാര്യം ചെയ്യിക്കാനുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, നിന്നെ കൊണ്ട് മാത്രമേ അത് ചെയ്യിക്കുന്നുള്ളൂ. യോനയെ പ്രവചിക്കാൻ നിനവയിലേക്ക് വിട്ടത്, ആ വിട്ട വഴിയിൽ അവൻ ചെയ്ത സാഹസ പ്രവർത്തികൾക്ക് ദൈവം തിരിച്ചവനെ കൊണ്ടുപോയ വഴിയുടെ പകുതി സമയം മതിയായിരുന്നു മറ്റൊരു പ്രവാചകനെ അവിടെ അയക്കാൻ. ദൈവം അവനെ ശോധന ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ സമയമെടുത്ത് അവനെ കൊണ്ട് പ്രവചിപ്പിച്ചതിൻ്റെ ഏക ലക്ഷ്യം, നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യിക്കത്തുള്ളൂ. അത് നീ അതിന് വിനയപ്പെടാതെ പോയാൽ, നീ അതിന് താഴ്മ ധരിച്ച് വിനയപ്പെടുന്ന നീതി നിന്നെ പ്രോസസ്സിനകത്തൂടെ കടത്തിവിട്ട് ആ പ്രക്രിയ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കും. എന്താ അതിന് കാരണമെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നീ എന്ന മനുഷ്യൻ, നീ എന്ന അഭിഷക്തൻ, നീ എന്ന ദൈവപ്രഭാഷകൻ, നിന്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിനക്ക് പകരം മറ്റൊരാളില്ല എന്നുള്ളതാണ് അതിനർത്ഥം. പ്രഭാഷകൻ എന്ന നിലയിൽ, ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു ഇടയൻ എന്ന നിലയിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആ നിലയിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിനക്ക് പകരം മറ്റൊരാളില്ല. നിന്നെ കൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ നിന്നെ കൊണ്ട് മാത്രമേ ദൈവം പ്രവർത്തിക്കൂ. നിനക്ക് പകരം മറ്റൊരാൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലില്ല, നീ മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കും.